സുചേട്ടാ നമസ്കാരം. നമസ്കാരം. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ഭാരതം ഈ തെളിവുകൾ പുറത്തു വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടുതൽ തെളിവുകൾ. നമ്മൾ വിചാരിക്കും ഈ ട്രംപുമായിട്ട് ഇപ്പോ വലിയ രീതിയിലുള്ള താരിഫ് യുദ്ധം നടക്കുന്നു. അതിനിടയിൽ നരേന്ദ്രമോദിയുടെ ശ്രദ്ധ മുഴുവൻ ട്രംപിലേക്കായിരിക്കുമെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് വലിയ അത്ഭുതമാണ്. കാരണം ഒരേ സമയം പല കാര്യങ്ങൾ അതിന്റെ കൃത്യമായിട്ടുള്ള വ്യക്തതയോടുകൂടിയും കൃത്യമായിട്ടുള്ള ആ ഒരു പെർഫെക്ഷനോടുകൂടിയും ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവാണ് നരേന്ദ്രമോദി. ആ കാര്യമൊക്കെ ഓപ്പറേഷൻ സിന്ദൂർ ഒരു ഭാഗത്ത് നടക്കുന്നു, തൊട്ടപ്പുറത്ത് ചൈനയും ബംഗ്ലാദേശും ഒരു വാർ ഫ്രണ്ട് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതേ സമയത്ത് പകച്ചുപോലെ ഏത് ഭരണാധികാരി ആയിരുന്നാലും ഇല്ല, അതിന് നമ്മൾ തീസ്താ പ്രഹാരം അപ്പുറത്ത് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ട്രംപിന്റെ താരിഫ് വാർ വരുന്നു. നമ്മളിപ്പോ പറയുന്നു, ഇപ്പോ കേരളത്തിലെ കമ്മിക്കൂട്ടങ്ങൾ കളിയാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് ഞങ്ങളുടെ ചൈനയെ തള്ളിപ്പറഞ്ഞ മോദി ഇതാ ചൈനയുടെ പിന്നിൽ വന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം യുവമാരുടെ തന്ത ചൈനയിലാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ നമ്മളപ്പോ വിചാരിക്കും, ഈ ചൈനയുടെ മുമ്പിൽ ഇന്ത്യ പോകുമ്പോൾ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ചൈനയുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുമ്പോൾ ചൈന നമ്മുടെ ശത്രുരാജ്യമല്ലായിരുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷെ അവിടെയും നരേന്ദ്രമോദി കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വ്യാപാരം മാത്രമല്ല, വ്യാപാരവും അതായത് രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല, അതുപോലെ വ്യാപാരം നടത്താം. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ നിന്ന് കോൺക്രീറ്റ് ഇടാനാണ് പരിപാടിയെങ്കിൽ ഞങ്ങൾ കൃത്യമായിട്ട് പണിയും എന്ന് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്ര. അപ്പൊ ചൈന പറയുന്നത് ഓക്കെ, സൗഹൃദ സംഭാഷണമാണ് നമ്മൾ നടത്താൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് കയറുന്നത്. ഒരു സ്ഥലത്തും നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം അടിയറവ് വയ്ക്കുന്നില്ല എന്നുള്ളതാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ്, ശരി, ട്രംപിന്റെ ഈ ഒരു വിഷയം താരിഫ് വന്നു, ഇന്ത്യ പെട്ടുപോയി, അയ്യോ എന്ത് ചെയ്യും? അപ്പൊ ചൈനയുമായിട്ട് നരേന്ദ്രമോദി കൈകോർപ്പ്. ഇപ്പൊ ചൈനയും എതിർത്താലോ, ചൈനയും ഇപ്പൊ നമുക്കെതിരെ നിന്നാലോ വേറെ വഴി തേടും. അത് അത്രേ ഉള്ളൂ. നരേന്ദ്രമോദിക്ക് അതിലൊന്നും യാതൊരു കൺഫ്യൂഷനും ഇല്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്, ഇതൊരു റിസ്കി എലമെന്റ് ആണ്, ഈ റിസ്ക് ഞാൻ ഏറ്റെടുത്തോളാം, അത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട എന്ന് കൃത്യമായിട്ട് നരേന്ദ്രമോദി പറയുകയാണ്. അതിന്റെ ഇടയിലാണ് ഇപ്പോ പാകിസ്ഥാന്, ഇപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് ഇപ്പൊ പാകിസ്ഥാന്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ല എന്ന്. അങ്ങനെയല്ല, പാകിസ്ഥാന്റെ കാര്യം കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ പ്രതിരോധ മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 280 കോടിയുടെ 89 ഡ്രോണുകളാണ് മേടിക്കാൻ പോകുന്നത്. ഇനി മുതൽ പാകിസ്ഥാനിൽ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഡ്രോണുകളാണ്. നമ്മുടെ സൈന്യം അപ്പുറത്തോട്ട് ഇറങ്ങണ്ട, ഡ്രോണുകൾ പോയി, അതായത് ഒരു വിമാനത്തിന്റെ അത്രയുള്ള ഡ്രോണുകൾ. അതും നമ്മുടെ വേറൊരു സംഭവം, തദ്ദേശീയമായിട്ടാണ് അത് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നേരത്തെ കിരാന ഹിൽസിൽ ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു എന്ന റിപ്പോർട്ടുകൾ നമ്മളെല്ലാവരും പറഞ്ഞതാണ്. അതിനുശേഷം ഇന്ത്യ അവിടെ അടിച്ച് തകർത്തതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ ഇതുവരെ സമ്മതിക്കാത്തൊരു കാര്യം എയർ ചീഫ് മാർഷൽ ആയിട്ടുള്ള AP സിംഗ് ശനിയാഴ്ച പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ പാകിസ്ഥാന്റെ വിമാനങ്ങൾ വീഴ്ത്തി. ഇതുവരെ പല കാര്യങ്ങളും ചോദിക്കുമ്പോഴും അതൊക്കെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഡിഫൻസിന്റെ സംഭവങ്ങളാണ്, പുറത്തുവിടാൻ പറ്റില്ല, ഓക്കെയാണ് എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ്, പാകിസ്ഥാന്റെ 5 വിമാനങ്ങളാണ് ഞങ്ങൾ തകർത്തിട്ടത്. 5 വിമാനം, അതിർത്തി കടന്നു വന്ന 5 വിമാനം നമ്മൾ പാകിസ്ഥാനെ തകർത്തിട്ടു. വേറെ പല ആൾക്കാരും വിമാനത്തിന്റെ നമ്പറൊക്കെ കൂട്ടി കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ 5 വിമാനമാണ് തങ്ങൾ തകർത്തിട്ടെന്നാണ് VP സിംഗ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇതിന് കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ വേറൊരു കോൺസ്പിറസി എന്ന് പറഞ്ഞാൽ അത് മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ പാകിസ്ഥാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. മെയ് മുതൽ പാകിസ്ഥാന്റെ 4 എയർഫോഴ്സിലെ ഫൈറ്റർ വിമാനം ഓടിക്കുന്ന പൈലറ്റുമാർ മിസ്സിംഗ് ആണ്. അപ്പൊ ഇവരെവിടെ പോയി എന്നുള്ളൊരു ചോദ്യം പാകിസ്ഥാനിൽ ഇപ്പോൾ വ്യാപകമായിട്ട് ഉയരുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഓരോ ദിവസം കഴിയുന്നതോറും ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ പ്രസിദ്ധപ്പെടുത്തുകയാണ്. എന്തിനാണ് ഇന്ത്യ ഇത് ഇങ്ങനെ പ്രസിദ്ധപ്പെടുത്തുന്നത്? ഇന്ത്യക്ക് ഇത് ആദ്യം തന്നെ പറഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഇന്ത്യ ഓരോ ദിവസം കഴിയുന്നതോറും, ഇനി എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ കഴിയുമ്പോൾ ഇന്ത്യ ചിലപ്പോൾ പറയുമായിരിക്കും, അതെ ഞങ്ങൾ ന്യൂക്ലിയർ സൈറ്റിൽ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യ ചിലപ്പോൾ പറയുമായിരിക്കും. എന്തിനാണ് ഈ ഒരു നയം ഇന്ത്യ സ്വീകരിക്കുന്നത്? ഇദ്ദേഹം ഇപ്പൊ നമ്മുടെ വ്യോമസേനയുടെ തലവനാണ് ഇപ്പോൾ ഈ ഒരു പ്രസ്താവന. ബാംഗ്ലൂർ അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഈ വ്യോമസേനയുടെ തന്നെ ഒരു സെമിനാറിൽ പരിപാടി പങ്കെടുത്തിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ അദ്ദേഹം ഇത് പറയുമ്പോ ഒരു കാര്യം ഇപ്പം നമുക്കെല്ലാവർക്കും, പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, ആ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയം. അതായത് ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ മെയ് 7 ശേഷം പുലരുമ്പോൾ നമ്മൾ ചെയ്ത വാർത്തകൾ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കേട്ടതാണ്. വെളുപ്പിൽ എനിക്ക് തോന്നുന്നു ഒരു 6 മണിയോടുകൂടി നമ്മുടെ എല്ലാ മാധ്യമങ്ങളും, ഇന്ത്യയിലുള്ള എല്ലാ മാധ്യമങ്ങളും വലിയൊരു വാർത്ത എത്തി, ജമ്മു കാശ്മീരിലടക്കം പാകിസ്ഥാൻ വിമാനങ്ങൾ തകർന്നു എന്നും. അത് കണ്ട് വിരള പിടിച്ച ഏതോ ഒരു മലയാളി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഉടൻ തന്നെ തിരിച്ചടിച്ചു, ഇന്ത്യയുടെ 6 വിമാനങ്ങളാണ് തകർന്നതെന്ന്. പക്ഷെ അതല്ലായിരുന്നു.
അത് അതെ. അന്ന് മാധ്യമങ്ങളിൽ കൊടുത്ത വാർത്ത അതിന്റെ പടം സഹിതമാണ് കൊടുത്തത്. അന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം ആ വാർത്ത ചെയ്തിരുന്നു. പടം സഹിതമാണ് നമ്മളും ചെയ്തത്. അവിടുത്തെ അതെ. ഗ്രാമീണർ ആ വിമാനത്തിന്റെ അവശിഷ്ടം പൊക്കിക്കൊണ്ട് പോകുന്നത്. അത് ചൈനയുടെ ഒരു പോർ വിമാനമായിരുന്നു ഉം, അന്ന് ഉം, ഉം, ഉം. അടിച്ചിട്ടത്. അപ്പൊ ആ ഒരു വിമാനം തകർന്നതായിട്ടുണ്ട്. പിന്നെ പാകിസ്ഥാന്റെ പൈലറ്റിനെ കാണുന്നില്ല എന്നുള്ളത് അന്ന് തൊട്ടേ ഉള്ളൊരു വാർത്തയാണ്. അത് പറയുന്ന ഒരു കാര്യം, ഈ സാധാരണഗതി ഈ യുദ്ധവിമാനം തകരുമ്പോൾ അതിൽ നിന്നുള്ള പൈലറ്റ് രക്ഷപ്പെടാനുള്ള സാധ്യതകളും കൂടുതലുണ്ട്. കാരണം ഈ പൈലറ്റിന് അതിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ കഴിയും എന്നാണ് പറയുന്നത്. അന്ന് നമ്മൾ ഉം. കേട്ടൊരു വാർത്ത, അത് ഇതുവരെ നമ്മുടെ സൈന്യം പറയാത്തതൊന്നും നമുക്കറിയില്ല. നമ്മൾ അന്ന് കേട്ടൊരു അതെ. വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ പൈലറ്റുമാര് 3 പേര് ജോധ്പൂരിൽ, അതായത് നമ്മുടെ പിടിയിലായി. രാജസ്ഥാനിലുള്ള ജോധ്പൂർ പിടിയിലായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിടിയിലാകണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം സംഭവിച്ചിരിക്കുന്നത്? ഉം, അതായിരുന്നു ഇപ്പൊ ഉം. ഇപ്പൊ നമ്മുടെ വർത്തമാൻ എങ്ങനെയാണ് പാകിസ്ഥാന്റെ പിടിയിലേക്ക് പോയത്. അത് ആ വിമാനത്തിന് ഇത് സംഭവിച്ചപ്പോൾ അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി ചാടിയ ആ പാരച്യൂട്ടിൽ നിന്നുള്ള ചാട്ടമാണ് അദ്ദേഹത്തിനെ അവരുടെ കയ്യിലേക്ക് എത്തിച്ചതുപോലെ തന്നെ അപ്പൊ 4 പൈലറ്റുമാർ പിടിയിലാണെങ്കിൽ ഒരിക്കലും അവർ പാകിസ്ഥാനിൽ നിന്ന് നടന്ന് ജോധ്പൂർ വരെ വരില്ല, വണ്ടി പിടിച്ചും വരില്ല. ഈ അതെ. പൈലറ്റുമാർ പാരച്യൂട്ടിൽ തന്നെ വരണം. പാരച്യൂട്ടിൽ പറന്നിറങ്ങാനായിട്ട് അവർ കമാൻഡോസുകളുമല്ല. അപ്പൊ അന്ന് കേട്ടൊരു വാർത്തയാണ്. ഇനി അതിന്റെ ഒരു സ്ഥിരീകരണമാണ് വരേണ്ടത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇന്ത്യ അത് ഓരോ ഘട്ടത്തിലായിട്ടാണ് ഇത് പറയുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ വ്യോമസേനാ മേധാവി റിട്ടയർഡ് ആകാൻ ഇനി ഇപ്പൊ ഉടൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ വ്യോമസേനാ മേധാവി വരാനുള്ള സമയമായെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ഇപ്പൊ ഒരു മാറ്റം ഉണ്ട്, അദ്ദേഹം റിട്ടയർ ചെയ്യാനുള്ള ഒരു സമയം. അദ്ദേഹം പറഞ്ഞത് ഇതാണ്. ഇവിടെ നമുക്ക് ശ്രദ്ധേയമായ ഒരു കാര്യം കൂടെ നമുക്ക് അറിയാനുണ്ട്. ഏതൊക്കെ വിമാനങ്ങളാണെന്ന് അറിയാനായിരിക്കും പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. ഏതായാലും ഒരെണ്ണം ചൈനയുടെ വിമാനമാണെന്നുള്ള കാര്യം ഇപ്പൊ ഏകദേശം നമുക്ക് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം ജമ്മു ഉം, ഉം, കാശ്മീരിൽ അത് വീണ ചൈനയുടെ വിമാനം തന്നെയായിരുന്നു. അതിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ഗ്രാമീണർ നീക്കം ചെയ്യുന്നതും നമ്മളടക്കം അത് ഉം. കൊടുത്തതുമാണ് ആ വാർത്തകൾ. അപ്പൊ അതിലൊന്നും അതെന്ന് പറഞ്ഞു. ഇനി അറിയേണ്ടത് F-16 എത്രണ്ണം ഉണ്ടെന്നാണ് മാത്രം അറിയണം. ഉം. F-16 കൂടെ അടിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ F-35 എടുക്കാച്ചിറക്കായിട്ട് ഇരിക്കുന്നത്, അതിന്റെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ട്രംപിന് മറ്റേതുകൂടെ വലിയ ഭ്രാന്തായിരിക്കും. F-16 ഉം. അമേരിക്ക ഒരുപാട് രാജ്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അപ്ഡേഷൻസ് ഒന്നും ആർക്കും കൊടുത്തിട്ടുമില്ല, അത് അപ്ഗ്രേഡ് ചെയ്യുന്നതിന്റെ ഒന്നും. അപ്പൊ ഇത് വരുമ്പോൾ സ്വാഭാവികമായി തന്നെ അവരുടെ ആയുധ വിപണി അത് ശരിക്കും ബാധിക്കുകയും ചെയ്യും. ഈ അവസരത്തിൽ എന്തുകൊണ്ട് ഇന്ത്യ ഇത് പറഞ്ഞു എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം നമുക്കറിയാം എന്താണ് ഈ സമയത്തിന്റെ പ്രത്യേകത. ഈ സമയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ട്രംപ് ഒരു സൈഡിൽ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. താരിഫും കുന്തവും പോർവിളികളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ട്രംപ് തീർത്തു എന്ന് പറയുന്ന ഒരു യുദ്ധത്തിന്റെ അടുത്ത മുഖം തുറക്കുന്ന ഒരു സൂചന നൽകിക്കൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ പാകിസ്ഥാൻ 5 വിമാനം തകർക്കുന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻകാർ കൈയടിയോടുകൂടി ആയിരിക്കില്ലല്ലോ ഇത് കേൾക്കുന്നത്. സ്വാഭാവികമായി തന്നെ ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ പാകിസ്ഥാനിൽ ഉയരുമല്ലോ, അല്ലെ? സ്വാഭാവികമാണ്. ഇപ്പൊ ഇന്ത്യയുടെ ഒരു വിമാനം തകർന്നു എന്ന് പാകിസ്ഥാന്റെ ഒരു സൈനിക മേധാവി പറഞ്ഞാൽ ഇന്ത്യയിലെ ജനം ചോദിക്കും, എവിടെ തകർന്നു, എവിടെയാന്നൊക്കെ ചോദിക്കും. അപ്പം സ്വാഭാവികമായി തന്നെ പാകിസ്ഥാനിൽ അതൊരു വലിയ ചോദ്യചിഹ്നമായി വരും. കാരണം അവരുടെ പൈലറ്റുമാരെ കാണുന്നില്ല എന്നുള്ളൊരു വാർത്ത നേരത്തെ മുതൽ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അവിടെ മെയ് മാസം മുതൽ അവരുടെ പൈലറ്റുമാരെ 4 പേരെ കാണുന്നില്ലെന്ന്. ഇപ്പോൾ ഇതാ കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നിരിക്കുന്നതിന് 5 വിമാനങ്ങൾ അടിച്ചിട്ടു. അപ്പൊ സ്വാഭാവികമായി 5 പൈലറ്റ് കാണുമല്ലോ വിമാനത്തിൽ. ആളില്ലാ വിമാനം അല്ലല്ലോ എന്തായാലും. അപ്പൊ ആ 5 പേര് എവിടെ, അതൊരു ചോദ്യം അവിടെ ഉയരും. അത് മാത്രമല്ല, ട്രംപിനെ സംബന്ധിച്ച് അത് കുറച്ചുകൂടി, അത് ട്രംപിന് കൊടുക്കുന്ന ഒരു മറുപടിയായിട്ട് തന്നെ നമുക്ക് ഇതിനെ കാണാൻ കഴിയും. കാരണം ഈ ഒരു അവസരത്തിൽ കാരണം ഇത് ഒന്നും അല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യം. കാരണം എന്താ പറയുന്ന, ഒരു യുദ്ധത്തിന്റെ ഒരു സാഹചര്യം നിലവിലില്ല. അറ്റ് പ്രസന്റ് ഒരു യുദ്ധത്തിന്റെ ഒരു ഇതില്ല. പക്ഷെ അത് കൃത്യമായി തന്നെ പറയുന്നു. അത് പാകിസ്ഥാനിൽ ഉണ്ടാക്കുന്ന ഒരു ഭൂകമ്പം ചെറുതല്ല. ഇനി എനിക്ക് തോന്നുന്നത് അധികം വൈകാതെ ഇന്ന് വൈകിട്ടോ നാളെയോ ഒക്കെ ആയിട്ട് പലപ്പോഴും നാഷണൽ ചാനലുകളെല്ലാം തന്നെ ഈ വിമാനത്തിന് ഡീറ്റെയിൽസ് പുറത്തുവിടാൻ സാധ്യതകളുണ്ട്. ഏതൊക്കെയാണ് 5 വിമാനമെന്ന്. അന്ന് നമ്മൾ കേട്ടത് 2 F-16 ആയിരുന്നു എന്നുള്ളതാണ് നമ്മളന്ന് കേട്ടത്. ബാക്കിയെല്ലാം ചൈനയുടേതായിരുന്നു എന്നാണ് നമ്മൾ കേട്ടത്. ആ കാര്യം അത് നമുക്കറിയില്ല, സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. അതെന്തായാലും നമ്മുടെ സേനാ മേധാവികൾ തന്നെയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിങ്ങൾ നോക്കൂ, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഉപഗ്രഹ ചിത്രങ്ങളടക്കം വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ നോക്കൂ, അപ്പുറത്ത് നിൽക്കുന്ന, അതായത് നമ്മൾ തകർത്ത കെട്ടിടം, അതിന്റെ ഒരു പിക്ചർ കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, അപ്പുറത്ത് നിൽക്കുന്ന കെട്ടിടത്തിന്റെ ഒരു മേൽക്കൂരയ്ക്ക് പോലും ഒരു പോറൽ പറ്റിയില്ല. അതായത് അത്ര കൃത്യതയോടെയാണ് നമ്മൾ ഇത് ചെയ്തത്. ഇത് ലോകരാജ്യങ്ങൾ അംഗീകരിച്ചതാണ്, അവർ തന്നെ കൊടുത്ത ചിത്രങ്ങൾ കൂടിയാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ സെമിനാറിൽ ആ ചിത്രങ്ങൾ കാണിച്ചായിരുന്നു. അദ്ദേഹം പറയുന്നത്, നോക്കൂ, ഈ ഇത്രയും കെട്ടിടങ്ങൾക്ക് നടുവിൽ അവർക്കൊന്നും ഒരു കാഷ്വാലിറ്റിയും വരുത്താതെ, അവരുടെ മേൽക്കൂരയ്ക്ക് പോലും ഒരു പോറലേൽപ്പിക്കാതെ കൃത്യമായി നമ്മൾ നമ്മുടെ ലക്ഷ്യം തകർക്കുകയായിരുന്നു. നമ്മൾ കണ്ട ടാർഗറ്റ് മാത്രമാണ് നമ്മൾ ചെയ്തത്. അതായത് വളരെ കൃത്യതയോടെയാണ് ഇന്ത്യൻ സേന അത് ചെയ്തത് എന്ന് വളരെ ക്ലിയർ ആയിട്ട് തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. ഏതായാലും
ഇത് വലിയ ചർച്ചയായി മാറി. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് മുമ്പ് വന്നിരുന്നൊരു വാർത്തയാണ്. ഇപ്പോൾ സൈന്യം അത് ഒഫീഷ്യലായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളത് അത് തന്നെയാണ്. നമുക്ക് ആഹ്ലാദം പോകുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഒരു ഇമ്പാക്ട് ഇവിടെ എങ്ങുമല്ല. ഇത് പാകിസ്ഥാനിൽ വലിയ ചർച്ചയായി മാറുകയും അത് വലിയ ഒരു നമുക്കറിയാം, ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ സമയത്ത് പാക് മീഡിയാസുകളും ചില ഇന്ത്യൻ മീഡിയാസുകളും ഒക്കെ കാണിച്ചൊരു സാധനമുണ്ട്. ഒരു വിമാനം തകർന്നു നടക്കുന്നു, അവിടെ ജനങ്ങളെല്ലാം ഓടിക്കൂടുന്നു എന്നൊക്കെ. പക്ഷെ അതന്ന് ഇന്ത്യൻ സേന ഒന്നും മിണ്ടിയില്ല. അപ്പൊ അത് വെച്ചിട്ട് നമ്മുടെ മലയാളത്തിലുള്ള ചില മാധ്യമങ്ങളും പറഞ്ഞു ഇന്ത്യൻ വിമാനം തകർത്തു എന്ന്. പിന്നീട് ഇന്ത്യൻ സേന അതിന്റെ രഹസ്യം വെളിപ്പെടുത്തുകയുണ്ടായി. ഇന്ത്യൻ സേന എന്താണ് പറഞ്ഞത്? നമ്മൾ ചെയ്തത്, നമ്മളൊരു ഡെമ്മി വിമാനം അങ്ങോട്ടേക്ക് അയച്ചു. അതായത് ആളില്ലാത്ത ഡ്രോൺ വിമാനം പോലത്തെ, അതായത് റഫേൽ പോലെ തോന്നിപ്പിക്കുന്ന ഒരു വിമാനം നമ്മൾ അയക്കുകയും പാകിസ്ഥാന്റെ ശ്രദ്ധയും അവരുടെ റഡാറിന്റെയും മിസൈലുകളുടെയും ശ്രദ്ധ ആ വിമാനം ആകർഷിക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് നമ്മുടെ യഥാർത്ഥ ഫൈറ്റർ ജെറ്റ് പറന്ന് ഉയർന്നതും അവർക്ക് കൃത്യമായി തന്നെ പ്രഹരമേൽപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. അപ്പൊ അവർ തകർത്തത് ഏതായിരുന്നു? കാരണം അത് നമുക്ക് അത് കറക്റ്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യ റൗണ്ടൊക്കെ ഇത് വന്നു, പിന്നീട് ഇതിനെക്കുറിച്ച് ഒന്നും അവന്മാരും മിണ്ടിയിട്ടില്ല പാകിസ്ഥാൻകാര്. കാരണം പാകിസ്ഥാൻകാർക്ക് മിണ്ടാനില്ല. കാരണം അവർക്കും അമളി മനസ്സിലായി. കാരണം അവർക്ക് പൊട്ടന്മാരല്ല, അവര് സൈന്യം തന്നെയല്ലേ, അവർ വെറും ഇതല്ലല്ലോ. താഴെ വീണ് കിടക്കുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല ഇതാണെന്നുള്ളത്. നാട്ടുകാർക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ലായിരിക്കും ഇതെന്താ സംഭവം എന്നുള്ളത്. അവർക്ക് മനസ്സിലായി ഇത് ഡ്രോൺ ആയിരുന്നു. പക്ഷെ പണി അപ്പുറത്ത് നടക്കുകയും ചെയ്തു. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട്, നമുക്ക് ഇപ്പോൾ ഒരുപാട് വിപണന സാധ്യതയുണ്ട്. കാരണം ഈ ആയുധ വിപണിയിലേക്ക് നമ്മൾ കടന്നു കയറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ ഒരു കാര്യം. ഈ ഒരു സാഹചര്യത്തിലൊക്കെ കൂടി വേണം നമ്മളിവിടെ ഇത് ചെയ്തിരിക്കും. ഇപ്പോൾ ഇത് കൊണ്ടുവന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം നാറ്റോയിൽ വരുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ തന്നെ F-35 വേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നു. ഇന്ത്യ ആദ്യം തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടെന്ന് പലരും പറയുന്നു. ആ സാഹചര്യത്തിലാണ് 5 വിമാനം തകർന്നത്. അവിടെയാണ് ധനുഷ് ആ പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്. അതായത് മറ്റു പല രാജ്യങ്ങളും അമേരിക്കയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള F-35 വേണ്ട എന്ന് പറയുമ്പോൾ അവിടെയാണ് പറയുന്നത് ഞങ്ങള് പാകിസ്ഥാന്റെ 5 വിമാനം തകർത്തു. അമേരിക്കയ്ക്ക് ചങ്കിടിക്കാതിരിക്കൂ. കാരണം വിമാനത്തിന് ഡീറ്റെയിൽസ് വരും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ മാധ്യമങ്ങളും ലോക മാധ്യമങ്ങളുടെ പ്രധാന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു തുമ്പ് കിട്ടിയാൽ മതി, ഒരു വള്ളി കിട്ടിക്കഴിഞ്ഞാൽ, ഒരു നൂല് കിട്ടിയാൽ മതി പിടിച്ചു കയറാൻ. അവിടുന്ന് കിട്ടിക്കഴിഞ്ഞ ഇതിന്റെ വാർത്തകൾ ഏത് രീതിയിൽ വരും? വീണ്ടും അത് നാണക്കേട് ഉണ്ടാക്കി വെക്കുന്ന അമേരിക്ക അവരുടെ വിമാനങ്ങളാണ് തകർന്നതെന്ന് പറയും. കാരണം അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിന് ഇരിക്കപ്പുറത്ത് കാണത്തില്ല. ഇനി എന്തൊക്കെയാണ് പുള്ളി പ്രാന്തെടുത്ത് പറയാൻ പോകുന്നത് പറയാൻ പറ്റത്തില്ല. കാരണം ഇതേ രീതിയിലേക്കാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പം ഒന്നുകൂടി നിലപാട് ഘടിപ്പിക്കുക മാത്രമല്ല, എന്താ നമ്മളതിന് പറയത്തില്ല, മുറിവിൽ അല്പം മുളകൂടെ തേക്കുക എന്ന് പറയുന്നതിന്റെ വേറൊരു രീതിയിലേക്കാണ് പോകുന്നത്. കാരണം സ്വാഭാവികമായിട്ട് നമ്മൾ മുമ്പ് കേട്ടാണ് F-16 പോയിട്ടുള്ളത്. ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം കൂടെ ഉള്ളൂ, ഈരാന ഹിൽസിൽ അടിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അത് ധനുഷ് പറഞ്ഞതുപോലെ അധികം വൈകാതെ അതും വെളിപ്പെടുമായിരിക്കും. കാരണം അമേരിക്കയ്ക്ക് ഇത്രയും വെപ്രാളം വരാനുള്ള കാരണം അതൊക്കെ തന്നെയാണ്. കാരണം അമേരിക്ക കൊടുത്ത ആയുധങ്ങളെല്ലാം ഫെയിലായി പോകുന്നുണ്ട്. അതുക്കും മേലെ ഇന്ത്യയുടെ തദ്ദേശീയമായ ആയുധങ്ങൾ പണി നടത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ നേതാവ് വരുന്നു, ഞങ്ങൾ 5 തകർത്തു എന്ന് ഒരു സൈന്യത്തിന്റെ മേധാവി, രാജ്യത്തിന്റെ സൈന്യത്തിന്റെ മേധാവി ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അധികം വൈകാതെ ഇന്റർനാഷണൽ മീഡിയസിൽ അടക്കം ഇത് ഏതൊക്കെ വിമാനങ്ങളാണെന്നുള്ളതിന്റെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ ആയുധ വിപണിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് വിമാനത്തിന്റെ, കാരണം അവർക്കിപ്പോൾ അത്ര ഒരു നല്ല കാലമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ ഫ്രാൻസിന്റെ റഫേലും അടക്കമുള്ള വിമാനങ്ങൾ വരികയും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, അങ്ങനെയുള്ള രാജ്യങ്ങളുടെ വിമാനങ്ങളൊക്കെ വാങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ ഈ യുദ്ധവിമാനങ്ങൾക്ക് പഴയ ഡിമാൻഡ് ഇല്ല. അതുപോലെ തന്നെ റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ യുദ്ധവിമാനങ്ങളും സാമഗ്രികളും ഇന്ത്യയെ കണക്കുള്ള രാജ്യത്ത് തന്നെ നിങ്ങൾ നിർമ്മിച്ചോ, ഇതിന്റെ സോഴ്സ് കോഡ് ഞങ്ങൾ തരാം, ബാക്കിയുള്ള സപ്പോർട്ട് ഞങ്ങൾ തരാം, നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാക്കി എടുത്തോ എന്ന് പറയുന്ന ഒരു നിലയിലേക്കും കൂടെ വന്നപ്പോൾ പരിങ്ങലിലായതിന് ഒന്നുകൂടി പരിക്കേൽപ്പിക്കാൻ അത് ഉപകരിക്കും. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ രാജ്യങ്ങൾ അമേരിക്കൻ വിമാനങ്ങൾക്ക് മേൽ സംശയം ജനിപ്പിക്കുന്നതിന് ഇത് ഇടയാക്കും. ഇതിനിടയിലാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇതിന്റെ ഇടയിൽ കൂടി ഒരു കച്ചവടം നടത്തിയായിരുന്നു പുള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പ്രസ്താവന ധനുഷ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പുള്ളി പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂറിനിടയ്ക്ക് ഇന്ത്യ ഉപയോഗിച്ചത് ഞങ്ങളുടെ ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ചിരുന്നു, അതും കൂടെ ഉപയോഗിച്ചിട്ടാണ് അവർ അടിച്ചത്, മിസൈലും കൂടെ ഉപയോഗിച്ചത്. വളരെ കൃത്യമായിരുന്നു ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ അത് ഉപയോഗിച്ചത്. പുള്ളി ചെയ്തത് ഈ എന്താ പറയുക, വാഴ നനയുമ്പോൾ ചീരയ്ക്ക് കുറച്ചിരി വെള്ളം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അതായത് മൊത്തത്തിൽ ഒരു ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ ആയുധങ്ങൾക്ക് വലിയൊരു ആവശ്യക്കാർ കൂടി വരുന്നു, ഒരു മൂവ്മെന്റ് നടക്കുന്നു. ഈ അവസരത്തിൽ പുള്ളിയുടെ കൂടി പബ്ലിസിറ്റി അതിന്റെ കൂടെ അങ്ങ് ചെയ്തു. ഞങ്ങളെ പിന്നെ പുള്ളി അതിനിടയ്ക്ക് വേറെ S-400 അവർ ഉപയോഗിച്ചിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ തദ്ദേശീയമായിട്ടാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ അടുത്ത ഡയലോഗ്, ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ അടുത്ത ഡയലോഗ്, ഞങ്ങളും ഇന്ത്യയുമായി ചേർന്നിട്ടാണ് ഇപ്പൊ എല്ലാ പരിപാടികളും ചെയ്യുന്നത്, ആയുധങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടാക്കുന്ന ഞങ്ങൾ ഒന്നിച്ചാണ്, വളരെ കൃത്യതയാണെന്ന് ഇപ്പൊ ലോകത്തിന് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു. അതായത് എന്താണ് ഇപ്പൊ നമ്മൾ പറയത്തില്ല, മോഹൻലാലിന്റെ സിനിമയിൽ ഞാനും ഒരു ചെറിയ റോള് അഭിനയിച്ചു. കാരണം മോഹൻലാലിന് കിട്ടുന്ന പബ്ലിസിറ്റി ഉണ്ട്, സിനിമയ്ക്ക് കിട്ടുന്ന പബ്ലിസിറ്റി ഉണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ എനിക്ക് ഒരു പബ്ലിസിറ്റി കിട്ടുമല്ലോ, ഇന്ന സിനിമയിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞതിനേക്കാണ് സിന്ദൂർ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഞാനും ഉണ്ടായിരുന്നു, ചെറിയ റോളാണ് എങ്കിൽ പോലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ആയുധങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ ആ സമയത്ത് നോക്കുന്നുണ്ട്. ഏതായാലും
ഇപ്പൊ കുറച്ചുകൂടെ വന്നിരിക്കുന്നു. ഇതിന്റെ ഒരു വൈകുന്നേരത്തോടു കൂടി ഇത് അമേരിക്കൻ വിമാനങ്ങളായിരുന്നു ഈ 4 ഒരെണ്ണം ഇപ്പൊ ചൈനയുടെ ആണെന്ന് ഏതാണ്ടൊക്കെ അന്ന് തന്നെ കൺഫേം ആയതാണ്. ഈ ബാക്കി 4 അങ്ങനെ അതെ. ആയിരുന്നു കേട്ട് കഴിഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ട്രംപ് ഇപ്പൊ 50 എന്നുള്ളത് ചിലപ്പോൾ 100% ആക്കും. കാരണം ഉം, ഉം, ഉം. പ്രാന്തില്ലാത്തെല്ലാം പുള്ളിക്ക് ഇളകും. കാരണം ഉള്ള കച്ചവടം ഇപ്പൊ ഡൗൺ ആയിട്ട് നിൽക്കുന്നു. ഇനി ബാക്കി കച്ചവടം കൂടെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? ഇതാണ് ഇവിടെ നടക്കുന്നത്. ഏതായാലും നമ്മളെ സംബന്ധിച്ച് വളരെ കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് കൺഫേം ആയി അറിയാനുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ജോധ്പൂരിൽ ഈ പൈലറ്റുമാർ സേഫായിട്ട് ഇറങ്ങിയിരുന്നോ എന്നുള്ളൊരു കാര്യം, അത് അറിയാൻ ഉം. പറ്റുമായിരിക്കാം. മറ്റൊന്ന്, ഈ ഹിരാണ ഹിൽസിൽ നമ്മൾ അടിച്ചിരുന്നു എന്നുള്ളതാണ്. അതും അതെ, അധികം അതെ. വൈകാതെ വരുമെന്നുള്ളതാണ്. കാരണം അതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ അങ്ങനെയാണ് കാണിക്കുന്നത്.